അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 12 ബുധനാഴ്ച. സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം. വയനാട് അട്ടമല ഏറാട്ടുകുണ്ട് കോളനിയിലെ ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. 27 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയാണ് ആക്രമണം നടന്നതെന്നാണ് വിവരം. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കാട്ടുനായ്ക്ക സമുദായത്തിൽപ്പെട്ടയാളാണ് ബാലകൃഷ്ണൻ. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 4ാമത്തെ ആളാണ് ബാലകൃഷ്ണൻ. ഈ വർഷത്തെ 7ാമത്തെ മരണവും. കാട്ടാനയാക്രമണത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ 180 ജീവനുകളാണ് സംസ്ഥാനത്ത് പൊലിഞ്ഞത്. കഴിഞ്ഞ വർഷം 12 പേർ കാട്ടാന ആക്രമണത്തിൽ മരിച്ചു. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. സംസ്ഥാനത്ത് തുടർച്ചയായി വന്യജീവി ആക്രമണത്തിൽ കർഷകർ മരിക്കുമ്പോൾ സർക്കാരും വനപാലകരും നോക്കുകുത്തികളാകുന്നുവെന്ന് ആരോപിച്ച അദ്ദേഹം വനമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇവിടെ ഒരു ഭരണമുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്നും കർഷകന് ജീവിക്കാനുള്ള അവകാശങ്ങൾ തമസ്കരിക്കുന്നുവെന്നും വനം വകുപ്പ് സ്വീകരിക്കുന്നത് കർഷകരെ ഉപദ്രവിക്കുന്ന സമീപനമാണെന്നും അദ്ദേഹം ആരോപിച്ചു. വനമുദ്യോഗസ്ഥർക്കെതിരെ പ്രകോപന പ്രസംഗവുമായി മലപ്പുറം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് VS ജോയ്. മലയോര ജനങ്ങൾ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടുകഴിഞ്ഞുവെന്നും ഇനി തിരിച്ചടിക്കുമെന്നും പറഞ്ഞ ജോയ് ഇന്ന് വന്നത് കൊടിയുമായിട്ടാണെന്നും നാളെ ചൂട്ടുകറ്റയുമായി വനം ഓഫീസുകളിലേക്ക് വരുമെന്നും ഓഫീസ് ചുട്ടുകരിക്കുമെന്നും പറഞ്ഞു. നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം, പത്തനംതിട്ടയിലെ പോലീസ് അതിക്രമം എന്നിവയടക്കം സംസ്ഥാനത്തെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പോലീസ് പരാജയപ്പെടുന്നെന്നാരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് MLA N ഷംസുദ്ദീനാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ UDF അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പോലീസിനെ ന്യായീകരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. പ്രതിപക്ഷ നേതാവ് വിഷയത്തിൽ സംസാരിക്കുന്നതിനിടെ പ്രസംഗം വേഗത്തിൽ തീർക്കാൻ സ്പീക്കർ പറഞ്ഞതോടെ ഇരുവരും തമ്മിൽ വാക്പോരുണ്ടായി. നെന്മാറയിൽ കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങി നടത്തിയ കൊലയടക്കം പോലീസ് വീഴ്ചയെന്നാണ് ഷംസുദ്ദീൻ ആരോപിച്ചത്. ചെന്താമരയ്ക്ക് ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിനെ പോലീസ് കോടതിയിൽ എതിർത്തിരുന്നുവെന്നും പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിന് പോലീസ് താക്കീത് ചെയ്തിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നെന്മാറ, പത്തനംതിട്ട സംഭവങ്ങളിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഗുണ്ടകളുടെ സമ്മേളനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നതെന്നും കാപ്പ കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചത് ആരോഗ്യമന്ത്രിയാണെന്നും ഗുണ്ടകളുമായി ബന്ധമുള്ള പോലീസുകാരുടെ എണ്ണം കൂടിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി. എന്നാൽ ചെറിയ വീഴ്ചകളെ പൊതുവൽക്കരിച്ച് പോലീസിനെതിരെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വകാര്യ സർവകലാശാല ബില്ലിനെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി M ഗോവിന്ദൻ. മുൻപ് പല സമരങ്ങളും നടന്നിട്ടുണ്ടാകുമെന്നും സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ആവശ്യമാണ് പരിഗണിച്ചതെന്നും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പിന് സ്വകാര്യ സർവകലാശാലകൾ വേണമെന്നും സർക്കാരിനെ കൊണ്ട് മാത്രം കഴിയില്ലെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. അതോടൊപ്പം സ്വകാര്യ സർവകലാശാലകളുടെ മേൽ സർക്കാർ നിയന്ത്രണമുണ്ടാകുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യ സഖ്യത്തിലെ അനൈക്യത്തിനെതിരെ മുന്നറിയിപ്പുമായി NK പ്രേമചന്ദ്രൻ. ഈ രീതിയിൽ പോയാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും മങ്ങലേൽക്കുന്ന സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ആം ആദ്മി പാർട്ടി മുന്നണി വിടുമോ എന്ന് പ്രവചിക്കാനാവില്ലെന്നും ഇന്ത്യ സഖ്യത്തിലെ അനൈക്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തുടർ തോൽവികളുടെ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ സഖ്യത്തിലെ കക്ഷി നേതാവാണ് NK പ്രേമചന്ദ്രൻ. NCPയിൽ തമ്മിലടി രൂക്ഷമായതോടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് PC ചാക്കോ. മന്ത്രിമാറ്റത്തെ ചൊല്ലി പോരടിച്ച AK ശശീന്ദ്രനും തോമസ് K തോമസും തമ്മിൽ കൈകോർത്തതോടെയാണ് PC ചാക്കോയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വന്നതെന്നും സൂചനയുണ്ട്. തോമസ് K തോമസിനെ പ്രസിഡന്റാക്കാൻ AK ശശീന്ദ്രൻ ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ടുകളുണ്ട്.
മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഏലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രമേയം അവതരിപ്പിച്ച് UDFും BJPയും 8-നെതിരെ 14 വോട്ടുകൾക്ക് 2 പ്രമേയവും പാസായി. UDFും BJPയും പ്രമേയത്തെ പിന്തുണച്ചു. 8 CPM അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തു. ഭരണസമിതിയും BJPയും വികസനത്തിന് എതിര് നിൽക്കുന്നുവെന്നും CPM ആരോപിച്ചു. സംസ്ഥാനത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കോളേജുകളും സ്വകാര്യ സർവകലാശാല പദവിക്ക് അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളടക്കം 10ലേറെ സ്ഥാപനങ്ങൾ ഇതിനായി നീക്കം തുടങ്ങി. ഫീസിലും പ്രവേശനത്തിലും നിയമനങ്ങളിലും സ്വകാര്യ സർവകലാശാലയ്ക്കാകും പൂർണ്ണ അധികാരമെന്നാണ് കരട് ബില്ലിലെ വ്യവസ്ഥ. CPMൽ ചേർന്ന കാപ്പ കേസ് പ്രതിയായ DYFI മലയാളപ്പുഴ മേഖലാ വൈസ് പ്രസിഡന്റ് ഇഡലി എന്ന ശരൺചന്ദ്രനെ നാടുകടത്തി. 1 വർഷത്തേക്കാണ് ശരൺചന്ദ്രനെ നാടുകടത്തിയിരിക്കുന്നത്. കാപ്പ കേസ് പ്രതിയെ മന്ത്രി വീണ ജോർജും ജില്ലാ സെക്രട്ടറിയും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. കാപ്പ കേസ് പ്രതിയല്ലെന്നും സ്വയം തിരുത്താനാണ് പാർട്ടിയിൽ എത്തിയതെന്നുമായിരുന്നു CPM വിശദീകരണം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഫെബ്രുവരി മാസത്തെ ഭണ്ഡാരം എണ്ണൽ പൂർത്തിയായപ്പോൾ 5,04,30,585 രൂപയും 2.16 കിലോ സ്വർണവും 11 കിലോഗ്രാം വെള്ളിയും ലഭിച്ചു. കേന്ദ്ര സർക്കാർ പിൻവലിച്ച 2,000 രൂപയുടെ 8ഉം നിരോധിച്ച 1,000 രൂപയുടെ 4ഉം 500ന്റെ 52 കറൻസിയും ലഭിച്ചു. SBI ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഈ ഭണ്ഡാരങ്ങൾ വഴി 2.99 ലക്ഷം രൂപയും ലഭിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വരണ്ട കാലാവസ്ഥയാണെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പകൽ സമയത്ത് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പുണ്ട്. പകൽ സമയത്തെ കനത്ത ചൂട് കാരണം കേരളത്തിൽ ഇന്നു മുതൽ പുറം ജോലികൾക്കായുള്ള സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമം അനുവദിക്കണം. കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗ് കോളേജിൽ 1ാം വർഷ വിദ്യാർത്ഥികളായ 6 പേർ റാഗിങ്ങിനിരയായി എന്ന് റിപ്പോർട്ടുകൾ. 1ാം വർഷ വിദ്യാർത്ഥികളെ നഗ്നരാക്കിയ ശേഷം പ്രതികൾ ദൃശ്യങ്ങൾ പകർത്തിയെന്നും കോമ്പസ് ഉപയോഗിച്ച് ശരീരത്ത് മുറിവുകൾ ഉണ്ടാക്കിയെന്നും 1ാം വർഷ വിദ്യാർത്ഥികളിൽ നിന്ന് പ്രതികൾ സ്ഥിരമായി പണം വാങ്ങിയിരുന്നുവെന്നും മദ്യം വാങ്ങാൻ വേണ്ടിയാണ് പ്രതികൾ പണം വാങ്ങിയിരുന്നതെന്നും പരാതിക്കാരായ വിദ്യാർത്ഥികൾ മൊഴി നൽകി. പത്തനംതിട്ട അഗ്നിവീർ കോഴ്സ് വിദ്യാർത്ഥിയായിരുന്ന 19കാരി ഗായത്രിയുടെ മരണത്തിൽ സൈനിക റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകൻ പകർത്തിയ മകളുടെ നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയെന്ന് അമ്മ രാജി. മകളെ അധ്യാപകൻ ആദ്യം ഡേറ്റിംഗിന് ക്ഷണിച്ചുവെന്നും വഴങ്ങാതെ വന്നപ്പോൾ ഭീഷണിയായെന്നും അമ്മ പറഞ്ഞു. വിനോദയാത്രയ്ക്ക് പോയപ്പോഴാണ് മകളുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തിയതെന്നും പിന്നീട് ഇത് കാട്ടിയാണ് അധ്യാപകൻ ഭീഷണിപ്പെടുത്തിയതെന്നും അവർ ആരോപിച്ചു. തൃപ്പൂണിത്തുറ ഏരൂരിൽ യുവാവിനെ കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏരൂർ പെരീക്കാട് തമ്പി എന്ന് വിളിക്കുന്ന സനൽ ആണ് മരിച്ചത്. മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മറ്റൊരാൾക്കായി അന്വേഷണം തുടരുകയാണ്. മലപ്പുറം ആമയൂരിൽ 18കാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ അന്ന് കൈഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സുഹൃത്തായ 19കാരൻ തൂങ്ങി മരിച്ചു. കാരക്കുന്ന് സ്വദേശി സജീറാണ് മരിച്ചത്. എടവണ്ണ പുകമണ്ണിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇഷ്ടമില്ലാത്ത വിവാഹം ഉറപ്പിച്ചതിനെ തുടർന്ന് ഈ മാസം 3-നാണ് ഷൈമാസ് എന്നിവർ വീട്ടിൽ തൂങ്ങി മരിച്ചത്. നിക്കാഹ് കഴിഞ്ഞ 3-ാം നാളായിരുന്നു സംഭവം. വിവാഹത്തിന് ഷൈമയ്ക്ക് താൽപര്യമില്ലായിരുന്നു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. വിദേശ പര്യടനത്തിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിമാനത്തിനു നേർക്ക് ഭീകരാക്രമണമുണ്ടായേക്കുമെന്ന് വ്യാജ സന്ദേശം. ഇന്നലെ മുംബൈ പോലീസിന്റെ കൺട്രോൾ റൂമിലേക്കാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. ബംഗളൂരു കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എയർ ഇന്ത്യയ്ക്ക് ബോംബ് ഭീഷണി ലഭിച്ചു. 2 ദിവസം മുൻപ് ഇമെയിൽ വഴിയാണ് ബോംബ് ഭീഷണി സന്ദേശം ലഭിച്ചതെന്ന് നോർത്ത് ഈസ്റ്റ് ബംഗളൂരു ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സജിത് കുമാർ പറഞ്ഞു. സന്ദേശം ലഭിച്ചതിന് പിന്നാലെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വിശദമായ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു.
ഉത്തർപ്രദേശിലെ ആശുപത്രി പരിസരത്ത് നവജാത ശിശുവിന്റെ മൃതദേഹം തെരുവുനായ്ക്കൾ കടിച്ചുവലിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ലളിത്പൂരിലെ മെഡിക്കൽ കോളേജിൽ മരിച്ച ശിശുവിന്റെ മൃതദേഹമാണ് അതേ ആശുപത്രിയുടെ പരിസരത്തു തന്നെ തെരുവുനായ്ക്കൾ പകുതിയോളം ഭക്ഷിച്ചത്. കുട്ടിയുടെ കുടുംബമാണ് ഈ സംഭവത്തിന് കാരണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അറേബ്യൻ സമുദ്രം വഴി വൻതോതിൽ ലഹരിമരുന്ന് വസ്തുക്കൾ കടത്താനുള്ള ശ്രമം ബഹ്റൈൻ ആസ്ഥാനമായുള്ള സംയുക്ത ടാസ്ക് ഫോഴ്സ് തടഞ്ഞു. 2400 കിലോ ഹാഷിഷാണ് കപ്പലിൽ നിന്നും പിടികൂടിയത്. എന്നാൽ ഏത് രാജ്യത്തു നിന്നുള്ള കപ്പലാണെന്നത് വ്യക്തമല്ല. നടൻ കമൽഹാസൻ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക്. ഭരണകക്ഷിയായ DMK-യുടെ സീറ്റിലാണ് കമൽഹാസൻ പാർലമെന്റിൽ എത്തുക. ഇതിനായുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം DMK മന്ത്രി ശേഖർ ബാബു നടത്തിയെന്നും ശേഖർ ബാബു കമലിനെ കണ്ടത് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും റിപ്പോർട്ടുകൾ. UAE-യിലെ 10 വർഷത്തെ ബ്ലൂ റെസിഡൻസി വിസയുടെ ആദ്യഘട്ടം ആരംഭിച്ചു. പരിസ്ഥിതി മേഖലയിൽ സുപ്രധാന സംഭാവനകൾ നൽകിയ വ്യക്തികൾക്കാണ് ബ്ലൂ വിസ നൽകുന്നത്. വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിലാണ് ബ്ലൂ വിസയുടെ പ്രാരംഭഘട്ട പ്രഖ്യാപനം നടത്തിയത്. ഈ ഘട്ടത്തിൽ സുസ്ഥിര ചിന്താഗതിയും നൂതനാശയവുമുള്ള 20 പേർക്കാണ് വിസ ലഭിക്കുന്നത്. ബിയർ ബൈസപ്സ് എന്നറിയപ്പെടുന്ന യൂട്യൂബർ രൺവീർ അല്ലാബാദിയുടെ അശ്ലീല പരാമർശത്തിൽ കേന്ദ്രം നടപടി കടുപ്പിച്ചു. സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് വിവാദമായ ഇന്ത്യ ഹാസ് ഗോട്ട് ലാറ്റന്റ് ഷോയിലൂടെ വിവാദ എപ്പിസോഡ് യൂട്യൂബ് നീക്കം ചെയ്തു. വീഡിയോ ഇപ്പോൾ ഇന്ത്യയിൽ ലഭ്യമല്ല എന്ന് IT മന്ത്രാലയം വ്യക്തമാക്കി. സംഭവത്തിൽ രൺവീറിന് ദേശീയ വനിതാ കമ്മീഷനും നോട്ടീസ് അയച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.